أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഖ്റുസുന്നിയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനത്തോട് അനുബന്ധിച്ചുള്ള സമ്മേളനം സമാപനത്തോട് അടുക്കുകയാണ്. നീണ്ട പ്രസംഗം നടത്തുന്നില്ല. ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗുരുവര്യന്മാരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവർക്ക് ദീർഘകാലം ഇനിയും നമുക്ക് നേതൃത്വം നൽകാനും ഈ മഖ്റുസുന്നിയെ വളർത്താനും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും വിദേശത്തും നാട്ടിലുമുള്ള സഹകാരികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കുമാറാകട്ടെ. വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും സ്ക്വയർ ഫീറ്റുകളായി നമ്മുടെ ഈ സ്ഥാപനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗത്തിൽ വീട് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഹംസുസ്താദിന്റെ ഭാര്യയുടെ പേരിൽ മകൻ അൻവർ 5 സ്ക്വയർ ഫീറ്റ്, അല്ലാഹുവേ ആ മഹദിയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ആലിമീങ്ങൾ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവർ, സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, എല്ലാവർക്കും നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ചുരുങ്ങിയ സമയം മാത്രമേ ഇനി പ്രസംഗിക്കാൻ പാടുള്ളൂ. നീണ്ട പ്രസംഗങ്ങൾക്ക് എല്ലാം ധാരാളം സീഡികൾ ഉണ്ട്. അത് വാങ്ങി സുഖ സൗകര്യമായി ഒരു പെർമിറ്റ് കൊടുക്കാതെ അവനവന്റെ വീട്ടിലിരുന്ന് സമയമൊന്നും നോക്കാതെ എപ്പോഴും കേൾക്കാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫ് 15 ദിവസം പ്രസംഗിച്ചിരുന്നു. അതിന്റെ 2ാം ഭാഗം ഇന്ന് ഇവിടെ പ്രകാശനം തുടങ്ങുകയാണ്. ഒന്ന് 10 ഉസ്താദിന് കൊടുത്തിട്ട് ഞാൻ തന്നെ അങ്ങ് പ്രകാശിപ്പിക്കാനേ നേരം പോക്കുന്നില്ല, അതിന് പൈസ ഒന്നും തരണ്ട, അതൊരു തുറക്കാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സുൽത്താൻ തരീഖത്തും എന്ന് പറഞ്ഞ സീഡി ഇന്നലെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ അതുപോലെ ധാരാളം പ്രസംഗങ്ങൾ
പലരുടേതും നമ്മുടെ പണ്ഡിതന്മാരുടേതും വിനീതരായ എന്റേതും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ചുരുക്കി പ്രസംഗിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് 2 ഘടകങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന് ആത്മാവും ഒന്ന് ശരീരവുമാണ്. ആലമുൽ അജ്സാദ്, ആലമുൽ അർവാഹ് എന്നിങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ ആത്മീയ ലോകം, ശാരീരിക ലോകം എന്ന് അതിനെ പരാമർശിക്കാറുണ്ട്. ആ ആത്മീയ ലോകത്തിന്റെ നേതാവും പിതാവുമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് രാവിലെ കുട്ടികൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോൾ ഫിദാക അബി അതുപോലെ ഉള്ള വാചകങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച കുട്ടികൾ നടത്തി. കുന്നാ നംനഉ അവാതിഖന എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട സഹാബികളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പെരുന്നാളിന്റെ ദിവസം പ്രായപൂർത്തിയെത്തിയ കണ്ടാൽ കൊള്ളാവുന്ന സ്ത്രീകൾ പെരുന്നാളിൽ നിസ്കാര സ്ഥലത്തേക്ക് പുറത്തു പോകുന്നത് തടയാറുണ്ടായിരുന്നു എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ എല്ലാവർക്കും അറിയാം, സഹാബത്തിന്റെ കാലം മുതൽക്ക് എല്ലാ സ്ഥലത്തും സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നതും അതുപോലെ പള്ളിയിൽ പോകുന്നതുമൊക്കെ തടഞ്ഞിട്ടുണ്ട് എന്നതിന് ആ ഹദീസ് സഹീഹുൽ ബുഖാരിയിലെ ആ ഹദീസ് വ്യക്തമായ തെളിവാണ്. കുന്നാ നംനഉ അവാതിഖന എന്ന് പറഞ്ഞ ഹദീസ് തെളിവാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ അവരുടെ പ്രാർത്ഥനയും അതുപോലെ അവരുടെ സദസ്സുകളും ഏറ്റവും കൂടുതൽ ഗംഭീരമായി സംഘടിക്കുന്ന സ്ഥലം പെരുന്നാളിന്റെ സദസ്സാണ്. ആ സദസ്സിൽ മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു കാണിക്കൽ അന്നത്തെ കാലത്ത് അനിവാര്യമായിരുന്നു. കാരണം ശത്രുക്കൾ ഇവർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന തോന്നൽ ഉള്ളതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളായ എതിരാളികൾ ആവേശത്തോടുകൂടി അവർ രംഗപ്രവേശം ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ വർധനവ് കാണിക്കാൻ വേണ്ടി സ്ത്രീകളടക്കം പെരുന്നാളിന്റെ ദിവസം നിസ്കരിക്കുന്ന സ്ഥലത്ത് അതിൽ ഹൈദ് രക്തമുള്ള മെൻസസുള്ള സ്ത്രീകളടക്കം നിസ്കരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വർധനവ് കാണിക്കാൻ വേണ്ടിയും അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയും പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസ് ചർച്ച ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹാ എപ്പോ സംസാരിക്കുമ്പോഴും എന്റെ ബാപ്പയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സംസാരിക്കാറുള്ളത് എന്ന് സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് വന്നപ്പോ ഒരു കുട്ടി ചോദിച്ചു, അത് ബാപ്പാനെ ഇൻസൾട്ട് ആക്കലല്ലേ എന്ന് ചോദിച്ചു. അത് ബാപ്പാനെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അത് ബാപ്പാനെ ഇൻസൾട്ട് ആക്കലല്ലേ എന്ന് ഒരു കുട്ടി സദസ്സിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൽ ബാപ്പയെക്കാളെല്ലാം ഏറ്റവും വലിയ പിതാവും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവരും എന്റെ ബാപ്പയും ഉമ്മയും ഒന്നുമല്ല, അതിനേക്കാളൊക്കെ മേലെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. കാരണം അവിടുന്ന് അബുൽ അർവാഹ, എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണയായി ബാപ്പ, ഉപ്പാപ്പ, ഉമ്മാമ എന്നൊക്കെ പറയുന്നത് അത് ശാരീരികമായ രംഗത്തുള്ള ബാപ്പയാണ്. ശരീരത്തെക്കാൾ പ്രസക്തി ആത്മാവിനാണ്, ശരീരത്തെക്കാൾ പ്രായം ആത്മാവിനാണ്, ശരീരത്തെക്കാൾ ശക്തി ആത്മാവിനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്നു. ആത്മാവ് പിരിഞ്ഞാൽ
ശരീരം അവിടെ കിടക്കുന്നു, പക്ഷേ ആത്മാവ് ചലിക്കുന്നു. അതുപോലെ ശരീരത്തിലേക്ക് ആത്മാവ് കടക്കുന്നതിന് മുമ്പ് 4000ഓളം വർഷങ്ങൾക്കും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോൾ ആത്മാക്കളത് കേട്ടു, ശരീരമില്ലാതെ കാതില്ലാതെ കേട്ടു. അതുപോലെ തന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആത്മാവുമായി കണക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, അപ്പോൾ കേൾക്കാൻ സാധിക്കുന്നു. ഇതേപോലെ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ചലിക്കുന്നു, കേൾക്കുന്നു, ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് സംസാരിക്കുകയും ചെയ്തു. അതാണല്ലോ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് എല്ലാ ആത്മാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്ന് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ ശഹീദിനാ, കാതില്ലാതെ കണ്ണില്ലാതെ